അസമിൽ കണ്ണിൽ ചോരയില്ലാത്ത ഭരണകൂടം ബുൾഡോസർ രാജും കുടിയിറക്കലും നിർബാധം തുടരുകയാണ്. സംരക്ഷിത വനഭൂമിയാണെന്ന സാങ്കേതികത്വം പറഞ്ഞാണ് ഈ ഭരണകൂട ഭീകരത. ദഹികാഡ റിസർവ് വനമേഖലയിലെ 580 കുടുംബങ്ങൾ താമസിക്കുന്ന 153 ഹെക്ടർ ഭൂമിയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 ദിവസങ്ങളിൽ കൂടി നടപടി തുടരുമെന്ന് ഗോൽപാര ജില്ലാ കളക്ടർ പ്രദീപ് തിമുങ് പറഞ്ഞിട്ടുമുണ്ട്. പലയിടങ്ങളിലും മുൻകൂട്ടി നോട്ടീസുകൾ പോലും നൽകാതെയായിരുന്നു നടപടി. കയ്യേറ്റം ഒഴിപ്പിക്കുമ്പോൾ ബദൽ താമസ സൗകര്യം നൽകണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നിലനിൽക്കെ തന്നെ പുനരധിവസിപ്പിക്കാൻ നടപടികളില്ലാതെയാണ് കുടിയിറക്കുന്നതെന്നത് മറ്റൊരു വിരോധാഭാസം. അസമിൽ 1 വർഷത്തിനിടെ നിരവധി കുടുംബങ്ങളാണ് കുടിയിറക്കം മൂലം അനാഥരായത്. ഗോൽപാര, ദുബ്രി, ലഖിംപൂർ ജില്ലകളിൽ മാത്രം 10,000ങ്ങളാണ് ഭവനരഹിതരായത്. ജൂലൈ 16 വരെയുള്ള 30 ദിവസത്തിനിടെ 4000-ലേറെ വീടുകളാണ് ഇടിച്ചു നിരത്തപ്പെട്ടത്. പുറത്താക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ബംഗാളി വംശജരാണ്. കവലകളും മദ്രസകളും പള്ളികളും നിഷ്കരുണം അധികാരികൾ തച്ചു തകർക്കുന്നു. കൃഷിയിടങ്ങളിലെ വിളകളെപ്പോലും വെറുതെ വിട്ടില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച വീടുകളും ജൽജീവൻ മിഷൻ പ്രകാരമുള്ള ജലപദ്ധതികളും സർവശിക്ഷ അഭിയാൻ വഴി നിർമ്മിച്ച സ്കൂളുകളടക്കമുള്ള ഭൂമിയാണ് അനധികൃതമെന്ന് ആരോപിച്ച് പൊളിക്കുന്നതെന്നത് മറ്റൊരു വസ്തുത. വൻ ആയുധ സന്നാഹങ്ങളുമായി 1000-ലേറെ പോലീസുകാരെ വിന്യസിച്ച് കനത്ത ബാരിക്കേഡുകൾ തീർത്തായിരുന്നു പൈക്കാനിൽ കുടിയൊഴിക്കപ്പെട്ടത്. ധൂബ്രി ജില്ലയിലെ സന്തോഷ്പൂർ, ചിറാകൊത്തി, ചാരുവ ബക്ര എന്നിവിടങ്ങളിലും വൻതോതിൽ കുടിയിറക്കൽ നടന്നിരുന്നു. ഗോൽപാരയിൽ മുളങ്കാടുകൾ നിർമ്മിക്കാനായിരുന്നെങ്കിൽ ദുബ്രിയിൽ അദാനി ഗ്രൂപ്പിന്റെ സോളാർ പദ്ധതിക്കായാണ് 1000കണക്കിന് ഏക്കർ ഒഴിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. 2 ദിവസം മുമ്പ് ഫേസ്ബുക്ക് ലൈവിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് കുടിയൊഴിപ്പിക്കൽ നടപടി പുനരാരംഭിക്കുന്നത് പ്രഖ്യാപിച്ചത്. മക്കളുടെ പഠനം മുടങ്ങിയവർ, ജീവിക്കാൻ മാർഗമില്ലാതായവർ, രോഗികളായവർക്ക് മരുന്നുപോലുമില്ലാതെ തീർത്തും അനാഥരായി തീർന്നവർ, അവർ ഈ രാജ്യത്തിന്റെ തെരുവിൽ നിലവിളിക്കുകയാണ്. ഇന്നലെ വരെ കിടന്നുറങ്ങിയ വീട്ടിൽ നിന്നും പെട്ടെന്നൊരു നാൾ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്ന ധാർഷ്ട്യം. അതിന് എന്ത് സാങ്കേതികത്വം പറഞ്ഞാലും വിളിക്കേണ്ട പേര് ഭരണകൂട ഭീകരതയെന്നാണ്.